രവീട്ടിന് എപ്പോ വന്നു? ചേച്ചിയും കുട്ടികളും വന്നിട്ടില്ലേ? ഡീ, കാശ് പോയെന്ന് പറഞ്ഞ് കൊടൈക്കനാല് മുഴുവൻ നടന്ന് പാട്ടും പാടി തെണ്ടിയിട്ട് വന്നിരിക്കുന്നു. നാളെ ഉണ്ടോ നിനക്ക്? ഓ, അവതാര ലക്ഷ്യം മനസ്സിലായി. ന്യൂസും കൊണ്ട് വന്നായിരിക്കും. നിനക്കൊന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ ശ്രീദേവി? ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ ബന്ധുക്കളാന്നും പറഞ്ഞ് അവിടെ കിടക്കുന്നത്? ഫോൺ ചെയ്യാൻ കാശ് വേണ്ടേ? നമ്മുടെ എസ്റ്റേറ്റ് ഞങ്ങളെ അവിടെ കിടപ്പില്ലേടി? അവിടെ പോകാമായിരുന്നില്ലേ നിനക്ക്? അഹങ്കാരമാ അഹങ്കാരം. അച്ഛനില്ലാത്ത കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ നിന്നെ വളർത്തി ചീത്തയാക്കിയത്. ഒക്കെ തീർന്നോളും. നാളെ അവൻ വരും, പോലീസ്. എന്തിന്? നിന്നെ പെണ്ണ് കാണാൻ. എനിക്ക് പോലീസും പട്ടാളൊന്നും വേണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മായി, അവക്ക് ഇഷ്ടപ്പെടുകയല്ല. അവക്ക് പറ്റിയത് വല്ല കലാകാരന്മാരുവാ. എനിക്ക് കലാകാരന്മാരൊന്നും വേണ്ട. അതെന്താ? യേശുദാസിന് കിട്ടൂ? യേശുദാസിനെയോ? ഇല്ല. കിഷോർ കുമാറിന് കിട്ടൂ? അറ്റ്ലീസ്റ്റ് ഉണ്ണിമേനോൻ? അതും ഇല്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞത് എനിക്ക് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ മതിയെന്ന്. എടി പെണ്ണേ, നീ അവനെ ഒന്ന് കണ്ടു നോക്ക്. മിടുക്കന്, IPS കാരന്. ഞാനെന്താ പോലീസുകാരെ കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കുത്തി ഇരുന്നിട്ടാ വരുന്നത്. എന്നാലും മോള് സ്കൂളിലൊന്നും വരാതിരുന്നത് രവിച്ചേട്ടന് വലിയ വിഷമമായി പോയി കേട്ടോ. പയ്യനെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, കെട്ടണ്ട. നല്ലത് വേറെ വരും. അല്ല, അല്ലെങ്കിൽ തന്നെ നിന്റെ കല്യാണം ഉടനെ നടക്കുന്നത് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. റിസർവ്ഡ് ആയി പോവല്ലോ. ഇപ്പൊ നോ മനസ്സിലാൻ എനിക്കും വല്ലപ്പോഴും വരാം. പുറമ്പോക്ക് കൈയേറാൻ വിദഗ്ധനാണെന്ന് കേട്ടിട്ടുണ്ട്. സ്കൂളും എസ്റ്റേറ്റും ഒക്കെ ആയല്ലോ, 10 പൈസ പോലും ചെലവില്ലാതെ. പക്ഷേ ഈ നോമാൻസ് ലാൻഡ് അങ്ങനല്ല. നാണല്ലല്ലോ രവിച്ചേട്ടാ? മൂത്ത മോളും ഞാനും തമ്മിൽ 4 വയസ്സിന്റെ വ്യത്യാസം. മീൻസ് അമ്പലപ്പുറം വഴി മുറിബീടി മലിച്ചോണ്ട് നടന്നിരുന്ന കാലം കെട്ടിയിരുന്നെങ്കിൽ സുമയ്ക്ക് എന്റെ പ്രായം. നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവില്ല മോളെ. നിർബന്ധിക്കുന്നില്ല, നിനക്കിഷ്ടപ്പെട്ടാ മാത്രം മതി. നിന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് വെച്ചു. വരാൻ പറയട്ടെ? കിടന്നോളൂ, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. എന്ത് മാനേഴ്സ് ഇല്ലാത്ത പണിയായി കാണിക്കുന്നു. സോറി. താങ്ക്സ്. സാറ് കെട്ടാൻ പോകുന്ന പെണ്ണ് ഒരു പാട്ടുകാരിയായിരിക്കും. ശ്രുതി തെറ്റിച്ചു തെറ്റിച്ചു പാടി പാടി സാറിനെ കൊല്ലും. നോക്കി കരുനാക്ക.
തങ്കപ്പെട്ട പയ്യൻ. എന്തൊരു കല, എന്തൊരു വിനയം. നിനക്കിഷ്ടമാടി മോളെ? ഇവക്കിത് എന്ത് പറ്റി? എടി പെണ്ണേ, ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറഞ്ഞാ മതി. അതിന് അയാൾക്ക് ഇഷ്ടമുണ്ടേ. അത് നിനക്കെങ്ങനെ അറിയാം? അവര് സന്തോഷമായിട്ടാണല്ലോ പോയത്. പക്ഷെ പോകുമ്പോ അയാൾ ഒരു നോട്ടം നോക്കി, കണ്ടോ? ഞാനെങ്ങും കണ്ടില്ലേ. ആ, എന്നാ ഞാൻ കണ്ടു. എടി കാര്യം എന്താണെന്ന് വെച്ചാ പറ. അത് അമ്മേ, ഞങ്ങള് കൊടൈക്കനാലിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഒന്ന് ഉടക്കിയതാ. പോയെങ്കിൽ അങ്ങ് പോട്ടടി. ഈ IPS പോയാൽ നിന്റെ IPS വരും, ഇല്ലെങ്കിൽ IG വരും. IG ഒന്നും വേണ്ടടി. IG ആകുമ്പോ ഒരുപാട് പ്രായം വരും. എനിക്കിത് തന്നെ മതി. ഇതിനിപ്പോ എന്താ ഒരു വഴി? അവൾ ഇറങ്ങി വരും. ഒറ്റയ്ക്ക് വിളിച്ച് മാറ്റി നിർത്തി പറയുക, എടി പെണ്ണേ, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ സന്തോഷം. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അക്കാര്യം നാട്ടുകാരോട് പറഞ്ഞ് വെറുതെ തന്നെ എന്നാ അവളെ ഞാൻ ഇടിച്ച് പിരുത്തുകളെ. ആ ഇത് തന്നെ, ഇതങ്ങ് പറഞ്ഞാ മതി. കോളേജ് വിടാൻ സമയമായി. ഞാൻ ഒറ്റയ്ക്ക് അയാളുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ അത് വേണ്ട. എടി നീ കൂടെ വാടി. വേണ്ട വേണ്ട, എന്റെ മോളങ്ങ് തനിയെ പോയാ മതി. നീ ഒറ്റയ്ക്ക് ചെല്ലുന്നതായിരിക്കും അങ്ങേർക്ക് ഇഷ്ടം. എടി, ആ നിൽക്കുന്ന ആരാ നോക്കി? എവിടെ? അവിടെ. മൈൻഡ് ചെയ്യണ്ട, വേഗം പോരെ. വാ. ശ്രീദേവി, നിന്ന് വിളിക്കുന്നു. ഒന്ന് ചുമ്മാ ഇരി പെണ്ണേ. ശ്രീദേവി, തോറ്റു. ജയശ്രീ, ഞാനും താൻ എന്ത് വിചാരിച്ചാലും ശരി, തന്നെ എനിക്കിഷ്ടമായി. എന്നെ ഇഷ്ടമായില്ലെങ്കിൽ ഇപ്പോ ഇവിടെ വെച്ച് പറഞ്ഞോളാം. വെറുതെ നാട്ടുകാരടുത്തെങ്ങാനും പോയി പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലൊന്നുമില്ല, എന്നാലും പറയരുത്. പക്ഷേ എനിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അയ്യോ, എന്ത് ഫോട്ടോ! അടിച്ച് പിരുത്തളെ ഞാൻ. ഇത് നമ്മുടെ ജീവൻ തുടങ്ങല്ലേ. നമുക്കിന്ന് ഉറങ്ങണ്ട. അല്ല, പേടിക്കണ്ട. നമുക്ക് സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കാം. ഞാൻ എന്റെ സർവീസിലെ ചില വീരസാഹസിക കഥകളൊക്കെ പറയാം. ആ, എന്നെ വധിച്ചാ ഞാനും വധിക്കും. ഞാൻ പാട്ട് പാടും. യു ആർ ഓൾ റൈറ്റ് മിസ്റ്റർ ബാബുരാജ്. ശ്രീദേവി, പറഞ്ഞു പഴകിയ പല്ലവിയോ എസ്കേപ്പിസമോ ആണെന്ന് വിചാരിക്കരുത്. മെഡിക്കൽ സയൻസിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ബാബുവിന്റെ കാര്യത്തിൽ ഇപ്പോൾ ആ ലിമിറ്റ് എത്തി. പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് നോക്കിയാലോ ഡോക്ടർ? പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. തലച്ചോറിനേറ്റ ക്ഷതം പെർമനന്റ് ആണെന്നാണ് വയ്പ്. ഒരു മിറക്കിൾ പോലെ ക്യൂറായ ചരിത്രങ്ങളുമുണ്ട്. പക്ഷെ ഞാൻ പഠിച്ച സയൻസിൽ അതിന് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. ലെറ്റ് us hope for a miracle.
മിറക്കിൾ പോലെ ക്യൂറായ ചരിത്രങ്ങളുമുണ്ട്. പക്ഷെ ഞാൻ പഠിച്ച സയൻസിൽ അതിന് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. ലെറ്റ് us hope for a miracle. Let us hope for a miracle. Let us hope for a miracle. ചാക്കോ, ക്ഷീണം തോന്നുന്നുണ്ടോ? കുറച്ച് ഞാൻ ഓടിക്കാം. ശരി. നിർത്ത്. யாருக்காக தண்டனம் தண்டனம் இது யாருக்காக இந்த மாளிகை வசந்த மாளிகை காதலோவியம் கதப்ப மாளிகை யாருக்காக இது யாருக்காக இந்த மாளிகை வசந்த மாளிகை என்னே விடுறா என்னத்த கொடுங்க? புட்டி விடுறா போட்டு விடுறா என்ன புடிங்கண்ணே? யாருக்காக மரணம் என்னும் தூது வந்தது, அது மங்கை என்ற வடிவில் வந்தது, ஸ்வர்க்கமாக நான் நினைத்தது இன்று நரகமாய் மாறிவிட்டது. யாருக்காக இது யாருக்காக இந்த மாளிகை வசந்த மாளிகை காதலோவியம் கலர்ந்த மாளிகை யாருக்காக இது யாருக்காக காதலே போ 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 ആർക്കാണ് ഇത്ര അത്യാവശ്യം നോക്കട്ടെ. വല്ല മന്ത്രിമാരുമായിരിക്കണ കടത്തി വിട്ടേര് പോട്ടെന്നേ. ആ മെല്ലെ പോയാ മതി. അവിടെ ചെന്നിട്ട് എന്താ ക്യാബിനറ്റ് കൂടാൻ പോകുന്നു. இந்த மாளிகை வசந்த மாளிகை காதலோவியம் கலந்த மாளிகை யாருக்காக இது யாருக்காக എന്നാ പോകുന്നേ? എന്നാ ഇന്നത്തെ കാര്യം കുശാലും വണ്ടി ഇടിച്ചു പൊളിച്ചിട്ട് കടന്നാളാണോ? ഇങ്ങോട്ടിറങ്ങ് ഇങ്ങോട്ടിറങ്ങ് പെണ്ണുപിള്ളേ. മുതലാളിമാരുടെ വണ്ടി ഇടിച്ചു കളഞ്ഞിട്ട് പോണേ. അയാളുടെ വണ്ടി ഒന്ന് പോയി നോക്ക്. ഇന്നലെ എഞ്ചിൻ പണി പാച്ച് വർക്കും കഴിച്ചിറക്കി എന്റെ വണ്ടി. കണ്ടോ? എട്ടാണ് വണ്ടി. കണ്ടാ? ഇതൊന്ന് പോറിയിട്ടല്ലേ ഉള്ളൂ. പോറിയിട്ടുള്ള നിങ്ങൾ മുതലാളിമാർക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷെ ഞങ്ങൾ പാവത്തുങ്ങൾക്ക് ഞങ്ങൾ എത്ര തവണ ഓടിച്ചു? സൈഡ് വരാനിട്ടല്ലേ? ഫോൺ അടിച്ചിട്ട് സൈഡ് ചെയ്യുന്നില്ലെങ്കിൽ നീ നിന്റെ മോളിൽ കൂടെ ചാടിപ്പോവും. നീ ആളാ ജെയിംസ് ബോണ്ടാ? തണ്ണി പോട്ടിരിക്ക. ഇതാണ് തണ്ണി പോട്ടിരിക്ക. ഇതാണ് തണ്ണി പോട്ടിരിക്ക. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അവിടുത്തെ അടിച്ച് ഫിറ്റായി കിടക്കുന്നത്. അനാവശ്യം പറയരുത്. യോ ഈ പെണ്ണുമ്പിള്ളയെ കുടിച്ചിട്ടുണ്ട്. വെള്ളം അടിച്ചോണ്ട് മനുഷ്യനെ കൊല്ലാൻ നടക്കണേ. 500 രൂപ കിട്ടണം. 500 രൂപ? 500 രൂപ. ബമ്പറെല്ലാം തട്ടിയാൽ 500 രൂപ. ക്രാൻ കൊഴിഞ്ഞിരിക്കാൻ
അതെങ്ങനെയാ ബമ്പറും തട്ടിയാൽ ക്രാങ്ക് ഒടിയുന്നേ? இந்த ஊர்ல அப்படித்தான். ആമാ അപ്പടിത്താൻ നിന്നെ ഓട്ടോമൊബൈൽ മെക്കാനിസം പഠിപ്പിക്കാം. ഇന്ന് പോയത് തന്നെ കാറ്റ് കാശടിച്ചു വിടരുത്, കാശ് തരാം. ഇന്നാ 500 രൂപ. அம்மா உள்ளே உட்காருமா, உள்ளே இருங்க சார், உள்ளே இருங்க சார், உள்ளே உட்காருங்க சார். அப்படியே ரிவர்ஸ் போட்டு இப்படியே போய் ஃபர்ஸ்ட் போட்டு அப்படியே போங்க. இன்னும் நிறைய மாட்டு வண்டி இருக்கு, பாத்து போங்கம்மா. ஸ்டார்ட் ஆகல கை வையடா. இந்த மாதிரி டைம்ல தானே ஹெல்ப் பண்ணணும். போமா பாத்து போமா, இன்னும் மாட்டு வண்டி இருக்கு, தள்ளாம கொள்ளாம போமா.